എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ചെറുപ്പത്തിലെ കൊച്ചിലോട്ട് ചില ആഗ്രഹങ്ങൾ കാണും. അതായത് പ്രായമായി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സാധിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവനോടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ തീർക്കാൻ വേണ്ടി ഒരു ഹോട്ട് എയർ ബലൂൺ അതേ കയറി. നല്ല ധൈര്യം ഒന്നും ഉണ്ടായിട്ടൊന്നും കയറിയല്ല. ഞാൻ കയറിയ സമയത്ത് തൊട്ട് ആ കയറയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ ശകല റിസ്ക് എടുത്തേ പറ്റൂ. അതുകൊണ്ട് ആ ഹോട്ട് ആക്കുന്നു, ആ ഗ്യാസ് വെച്ചിട്ടാണ് ബലൂണിനകം ഹോട്ട് ചെയ്യുന്നത്. അവന്മാരെന്തൊക്കെയോ ഹിന്ദി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ആ സാധനം പതുക്കെ അത് പൊങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊരു ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, അത് ആ എയർ ഹീറ്റാക്കുന്നതിൻ്റെ ആ തീ ശക്തമായിട്ട് അടിക്കുന്നതിൻ്റെ സൗണ്ടാണ്. എൻ്റെ വൈഫും കൊച്ചും കൂടെ അങ്ങ് താഴെ നിൽപ്പുണ്ട്. അവരിങ്ങനെ നോക്കി നിൽപ്പുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവരെ ഞാൻ കയറ്റിയില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. പിന്നെ ഇത് മൊത്തം പറന്ന് നടക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് പറന്ന് നടക്കാൻ പറ്റിയില്ല, എങ്കിലും അതിൻ്റെ മുകളിൽ പോയി കുറച്ച് സമയം സ്റ്റേ ചെയ്യാനായിട്ട് പറ്റി. അവർ പതുക്കെ താഴോട്ട് ഇറക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കയറിയ സമയത്ത് വലിയ വിഷയമില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ടൊരു ഫാമിലി കയറിയപ്പോഴായിരുന്നു അതിൻ്റെ ഒരു വിഷയം എനിക്ക് മനസ്സിലായത്. നമ്മളൊരു കൊട്ടയ്ക്കകത്തായിരിക്കുന്നു. ആ കൊട്ട കാറ്റടിക്കുന്നതനുസരിച്ച് ഒരു സൈഡിലോട്ടല്ല, അത് വേറെ ദിശയിലൊന്നും പോകാതിരിക്കാൻ വേണ്ടി അതൊരു കയറയിൽ വലിച്ചു കിട്ടിയിട്ടുണ്ട്. എന്നു വെച്ചാൽ ഇത് മൂന്നാറാണ് സ്ഥലം. എന്നിപ്പം എൻ്റെ ഭാര്യയും കൊച്ചും അവിടെ താഴെ നിൽക്കുന്നത് ചെറുതായിട്ട് കാണാം. ആ കുറച്ച് കുടയൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെയായിട്ട്. എന്നാണെങ്കിലും വലിയൊരു ആഗ്രഹമാണ് സാധിക്കാൻ പറ്റിയത്. ഇത് 3 സൈഡ് കെട്ടിയിട്ടെങ്കിലേ ടവറിൻ്റെ പൊക്കത്തിൽ നമ്മൾ പോയി. അതുകൊണ്ടോ ആ എയർ ഹോട്ട് ചെയ്യുന്ന അത് ചൂടാക്കുന്നതനുസരിച്ച് അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതുണ്ടോ അള്ളിപ്പിടിച്ച് നിൽക്കുക. അത് താഴോട്ട് പോവുക. താഴോട്ട് വരുമ്പം ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ട്. കാറ്റൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് ആടുന്നുണ്ട്. മുഖത്ത് വലിയ പേടിയൊന്നും ഇല്ലെങ്കിലും അകത്ത് നല്ല പേടി തന്നെയായിരുന്നു. കണ്ടോ ആ താഴാൻ വേണ്ടി ഒരുത്തം വന്നതിൽ ചാടി കയറി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം അത് ചാടി കയറി. വേറൊരാൾ ഒരു കയറും കൊണ്ട് അത് വലിച്ച് ഒരു ഡെസ്ക് പോലത്തെ ഒരു അവിടെ മൊത്തം മലയൊക്കെ ആയതുകൊണ്ട് അത്ര ഭാഗം മാത്രം ചെറിയൊരു ഗ്രൗണ്ട് പോലെ ആക്കി ഇട്ടിട്ട് അവിടെയാണിത് താക്കുന്നത്. എന്നാലും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു, ഒരനുഭവമായിരുന്നു. അത് ആകാശത്ത് നിന്ന് ഡ്രോൺ എടുക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും പറന്ന് നടക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.